നമസ്കാരം. പുതിയ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പൂർവ്വ ഫൽഗുനി എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന പൂരം നക്ഷത്രത്തെ പറ്റിയുള്ള വിശകലനമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. പൂരം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളും 2025 ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഗുണദോഷ സവിശേഷതകളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. പൂരം നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്ന സ്ത്രീ നക്ഷത്രമാണ്. ചിങ്ങൻ രാശിയിലെ 4 പാദങ്ങളും ഉൾക്കൊള്ളുന്ന നക്ഷത്രമാണ് പൂരം. പൊതുവേ സൗമ്യഭാവമുള്ള ആൾക്കാരാണെങ്കിൽ തന്നെയും ഉള്ളിൽ ചില വിദ്വേഷവും വിരോധവും ദേഷ്യ സ്വഭാവവും കാണിക്കുന്ന സ്വഭാവക്കാരാണ് പൂരം നക്ഷത്രക്കാർ. പല കാര്യത്തിലും പ്രയത്നിച്ച് വളരെ ഉന്നത സ്ഥാനത്തെത്തുന്ന ആൾക്കാർ ഈ നക്ഷത്രക്കാരിൽ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഗംഭീരമായിരിക്കുന്ന കാഴ്ചപ്പാടോടുകൂടി സ്വന്തം തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിച്ച് പല നേട്ടങ്ങളും ഇവർ സ്വായത്തമാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൂരം പിറന്ന പുരുഷൻ എന്നൊരു ചൊല്ല് തന്നെ മലയാള ശാഖയിൽ ഉണ്ടായിട്ടുള്ളത്. ആ പൂരം നക്ഷത്രം പുരുഷന്മാർക്ക് വളരെ യോജിച്ചതാണെന്നാണ് വിദഗ്ധ മതം. പല കാര്യങ്ങളും അവർക്ക് സ്വന്തം അഭിപ്രായമുണ്ടാകുന്നതാണ്. രാശിനാഥനായിരിക്കുന്ന ആദിത്യൻ്റെയും അതുപോലെ തന്നെ ദശാനാഥനായ ശുക്രൻ്റെയും പൊതു സ്വഭാവങ്ങൾ ഇവരിൽ കാണാവുന്നതാണ്. ആദിത്യൻ പ്രൗഢമായിരിക്കുന്ന മാനസിക നിലവാരവും അതുപോലെ തന്നെ ഒരു മഹനീയമായിരിക്കുന്ന ചിന്താഗതിയും കൊണ്ടു നടക്കുന്നവരാണ്. ധൈര്യവും ബലവും ആത്മശക്തിയും ആത്മപ്രഭാവവും ഒക്കെയുള്ള ഒരു നക്ഷത്രക്കാരാണ് ഇവർ. അതുപോലെ തന്നെ ശുക്രൻ കലാപരമായ കാര്യങ്ങളിലേക്കും സൗമ്യ സ്വഭാവവും പ്രകടിപ്പിക്കാൻ കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്കും വ്യക്തമായ കാഴ്ചപ്പാടും നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ അവർക്ക് ചില ചിന്താഗതികളും ചില തീരുമാനങ്ങളും നിലനിൽക്കുന്നവരാണ്. ആ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തന്നെയും അതിൽ നിന്ന് വ്യതിചലിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. വേണ്ടപ്പെട്ട ആൾക്കാർ ഇത് ശരിയല്ല എന്നും അതിൻ്റെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും അവരെടുത്ത തീരുമാനം തന്നെ പിന്മാറാൻ ഇവർ തയ്യാറാവുകയുമില്ല. അതുകൊണ്ട് തന്നെ പല സമയത്തും പല വിഷമതകളും ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പല കാര്യം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനവൻ്റെ തീരുമാനം നടപ്പിലാക്കണമെന്ന ഉദ്ദേശത്തോട് പറയുമ്പോൾ അത് മറ്റ് സാമ്പത്തിക നഷ്ടങ്ങൾക്കും മാനാഭിമാന ദോഷത്തിനും കാരണമായി തീരുന്നുണ്ട്. സൗമ്യ സ്വഭാവമുള്ളതുകൊണ്ട് ഒരു മൃദു സമീപനം സ്ത്രീകളോടാണെങ്കിലും ഇവർ കാണിക്കാറുണ്ട്. അപ്പം അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നതിനും ഇവർ മടിക്കാറില്ല. സാമ്പത്തികപരമായിട്ട് ഒരുപാട് കഷ്ടങ്ങളൊക്കെ വരികയും ചെയ്യും. അവനവൻ്റെ സ്വകാര്യ സുഖ സമ്പാദനത്തിനായിട്ട് എത്ര പണം ചെലവഴിക്കാനും ഇവർ തയ്യാറാകുന്നതാണ്. അതിലൊരു ലോഭവും കാണിക്കാറുമില്ല. കടം വാങ്ങിപ്പോലും ആഡംബര വസ്തുക്കൾ സ്ഥിരം സമ്പാദിക്കുന്നതിനും അതുപോലെ കരകൗശല വസ്തുക്കൾ, സംഗീതോപകരണങ്ങൾ, ടെക്നോളജിയിൽ പ്രധാനമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനും ഇവർ പണം ചെലവഴിക്കാൻ യാതൊരു മടിയും കാണിക്കാറില്ല. ശുക്രൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് കലാപരമായ കാര്യങ്ങൾ, നാടകം, സിനിമാ രംഗം അതുപോലെ തന്നെ കച്ചവട സാധ്യതയുള്ള കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്ന കാര്യത്തിന് ഇതൊക്കെ ഇവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനത്തിന് വരെ വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. മറ്റുള്ള ആൾക്കാർ ഉപദേശിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ ആരുടെയും ഉപദേശം സ്വീകരിക്കാൻ ഇവരും തയ്യാറല്ല. അത് ചിങ്ങരാശിക്കാരുടെ പ്രത്യേകത തന്നെയാണ്. പല കാര്യത്തിനും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയും മറ്റുള്ളവരെ ഉപദേശിക്കുന്ന രീതിയും കാണാറുണ്ട്. എന്നാൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോട്ടോ അതല്ലെങ്കിൽ ബന്ധങ്ങൾ അത്ര ദൃഢമായിട്ട് കൊണ്ടുപോകാൻ ഇവർ കൂടുതൽ ശ്രമിക്കാറുമില്ല. ഇങ്ങോട്ട് വരുന്ന ബന്ധങ്ങളെ നല്ല സരസമായ രീതിയിൽ കൂടി കൈകാര്യം ചെയ്യുന്നതിനും അവരെന്തെങ്കിലും എതിർപ്പ് കാണിച്ചാൽ പിന്നീട് അവരുടെ യാതൊരു സന്തോഷം കാണിക്കാത്ത രീതിയിൽ ശത്രു മനോഭാവത്തോട് പെരുമാറുന്നതായിരിക്കും. പല കാര്യത്തിനും ബുദ്ധിമുട്ട് അനുഭവിച്ചാലും അതൊക്കെ നേടിയെടുക്കുന്നതിനും പല കാര്യങ്ങളിലും ഒരു അനുകൂല സ്ഥിതി ഉണ്ടാക്കുന്നതിനും ആരെയെല്ലാം കൂട്ടുപിടിച്ചാലും അതിൽ നിന്നൊക്കെ വിജയം ഉണ്ടാക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയായിരിക്കും ഇവർ പ്രവർത്തിക്കുക. സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ ശാന്തശീലരാണെങ്കിലും മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനും അതുകൊണ്ട് സഹായം ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടത്ര ഉപദേശം കൊടുക്കാനും സ്ത്രീകളും പൊതുവെ തയ്യാറാവുന്നതാണ്. അവനവൻ്റെ പാരമ്പര്യ ഗുണം നിലനിർത്താനും പഴയ കാര്യങ്ങളുടെ പ്രാധാന്യം ഉണ്ടാക്കുന്നതിനും പൂർവ്വ ആചാരപ്രകാരങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇവർ സന്നദ്ധരായി തീരാറുണ്ട്. പഴയ കുടുംബങ്ങളിലെ അല്ലെങ്കിൽ പിന്നെ പൂർവികമായിട്ടുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനും ഒരു പ്രത്യേക മികവ് ഇവർ കാണിക്കാറുണ്ട്. അതിലൊന്നും ഒരു ലോഭം കാണിക്കാതെയാണ് ഇവരുടെ പ്രവർത്തനം ഉണ്ടാവുക. പൂരം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാ നക്ഷത്രക്കാരും വിവാഹ സംബന്ധ കാര്യം ചിന്തിക്കുമ്പോൾ എല്ലാ നക്ഷത്രത്തിനോടും യോജിക്കുന്ന നക്ഷത്രമല്ല പൂരം നക്ഷത്രം. കാരണം രജ്ജു എന്ന ദോഷം ഉൾക്കൊള്ളുന്ന നക്ഷത്രമാണ് പൂരം നക്ഷത്രം. അതുകൊണ്ട് ഉത്തമ പങ്കാളി തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടം അവരുടെ ദാമ്പത്യത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. തുടക്കത്തിൽ വർഷാരംഭത്തിൽ
ലഗ്നരാശിയുടെ 6ാമത്തെ ഭാവാധിപൻ ശത്രുസ്ഥാനാധിപനായ ഗ്രഹം ശനി 7ാം രാശിയിലാണ് നിൽക്കുന്നത്. കാര്യവിഘ്നങ്ങളും മാർഗ തടസ്സങ്ങളും വിചാരിച്ച കാര്യത്തിൻ്റെ ദോഷങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അവസ്ഥകളുണ്ടാവുന്നതാണ്. എന്നാൽ ശനി മാറുന്നതോടുകൂടി ശനി അതിനുശേഷം അഷ്ടമരാശിയിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന ദോഷം കുറയുകയും ഒരുപാട് ഗുണഫലങ്ങൾ അനുകൂലമാവുകയും ചെയ്യുന്നതാണ്. വർഷാരംഭത്തിൽ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ത്രികോണരാശി നിൽക്കുന്ന, അതായത് ഇടവൻ രാശി നിൽക്കുന്ന വ്യാഴം, സർവേശ്വരകാരനായ വ്യാഴം നല്ല ഗുണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നല്ല മാനസിക സന്തോഷം ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിരിക്കുന്ന ഉയർച്ച, അതുപോലെ തന്നെ ബന്ധുജനങ്ങൾ സഹായങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ, കർമ്മഗുണങ്ങൾ മുതലായ കാര്യങ്ങൾക്കും അഭിവൃദ്ധി വന്നു ചേരുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്കും ഔദ്യോഗിക രംഗത്തും മറ്റുള്ള കച്ചവട രംഗത്തും പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നതിനും അത് മുതലാക്കിക്കൊണ്ട് സാമ്പത്തിക നേട്ടം, കുടുംബത്തിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ്. അതിനുശേഷം വ്യാഴം പിന്നെ അടുത്ത സ്ഥാനമായിരിക്കുന്ന കർക്കിടക രാശി പ്രവേശിക്കുമ്പോൾ കുറച്ച് ദോഷങ്ങളാണ് ഉണ്ടാവുന്നത്. ആരോഗ്യപരമായ വിഷമാവസ്ഥകൾ, ശാരീരിക ക്ലേശങ്ങളായിട്ട് ഉദരരോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ വിഷമതകൾ, നാഡീരോഗങ്ങൾക്ക് പ്രശസ്തി വർദ്ധിപ്പിക്കുക മുതലായ കാര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പഴയ കാര്യങ്ങൾ ആലോചിച്ച് അതിൽ നിന്നുള്ള ഒരു ഊർജം നേടിക്കൊണ്ട് പല കാര്യത്തിനും വിജയം നേടുന്നതിനായിട്ട് ഇവരെ പ്രയത്നിക്കുന്നതായിരിക്കും. പൂർവികന്മാരായിട്ടുള്ള ആൾക്കാരോട് ആഭിമുഖ്യം കാണിക്കുകയും അവരുടെ കാര്യങ്ങൾക്കുള്ള ദോഷങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറാവുന്നതാണ്. മാതാപിതാക്കളുടെ അകമഴിഞ്ഞ ഭക്തി കാണിക്കുക, സ്നേഹം കാണിക്കുക. എങ്കിൽ തന്നെയും ചില സമയങ്ങളിൽ അവർക്ക് വിരുദ്ധമായി ചില പ്രവർത്തനം നടത്തുകയും സഹായിക്കാനുള്ള മനസ്സ് ഇല്ലാതാക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരും പൂർണ്ണനക്ഷത്രത്തിൽ കാണാറുണ്ട്. എങ്കിൽ തന്നെയും പല പ്രകാരത്തിലും പ്രവർത്തിച്ചുകൊണ്ട് ഒരു കാര്യവിജയം ഉണ്ടാക്കാനും അവനവൻ്റെ കുടുംബത്തിന് രക്ഷ ഉണ്ടാക്കാനും ഇവർ സദാ പരിശ്രമിക്കുന്നതാണ്. സ്ത്രീകളെ കൊണ്ടാണ് തന്നെയും ചില അപവാദ ദോഷങ്ങളൊക്കെ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നതാണ്. കാരണം ശുക്രദശ കുറേയധികം അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ദശയാണെങ്കിലും അവനവൻ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടായിരിക്കും സ്ത്രീകൾ അത് ആ സമയത്ത് പ്രയോജനപ്പെടുത്തുക. സ്വന്തം കുടുംബാദികളുടെ ദോഷങ്ങൾ കണ്ടെത്തുന്നതിന് അവർ പ്രാധാന്യം കൊടുക്കുന്നതാണ്. വസ്ത്രാലങ്കാരങ്ങൾക്കും കോസ്മെറ്റിക് വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനും സ്ത്രീകൾ പൊതുവെ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അവർ കണക്കാക്കുന്നതേയില്ല. പുരുഷന്മാരാണെങ്കിലും സുഖലോലുപതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുകയും അത് മറ്റുള്ള ആൾക്കാരെ അറിയിക്കാതിരിക്കാൻ വ്യഗ്രതപ്പെടുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടാകുന്നതാണ്. 4 പാദങ്ങളും പൂരം നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളും ചിങ്ങക്കൂർ തന്നെയാണ് ഉണ്ടാവുക. ആ ചിങ്ങക്കൂറിൻ്റെ യോഗമനുസരിച്ച് അത് ചിങ്ങരാശിയുടെ അധിപൻ സിംഹരാശി എന്നറിയപ്പെടുന്ന രാശിയാണ്. അതുകൊണ്ട് ഒരു ശൗര്യവും ബലവും ശക്തിയൊക്കെ പൂരം നക്ഷത്രക്കാർക്ക് പൊതുവേ കാണുന്നതായിരിക്കും. മറ്റുള്ളവരും പെരുമാറുമ്പോൾ ആഠ്യത്വത്തോടുകൂടിയും ചില ഈഗോ മനോഭാവത്തോടുകൂടിയും ഇവർ പെരുമാറുന്നത് കാണാം. അതുകൊണ്ട് കുറച്ചാൾക്കാരൊക്കെ ശത്രുക്കളായി മാറുന്നതിനും പകപോക്കുന്നതിന് അവസരം നോക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ സമയത്തും ഇവർക്ക് അനുകൂലമാവണമെന്നില്ല. ചില സമയത്ത് ചില വിഷമം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ 7ാം രാശി ശനി സഞ്ചരിക്കുന്ന കാലം യാത്രയ്ക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരയാത്ര ചെയ്യുമ്പോഴും സ്വന്തം വാഹനം ഉപയോഗിക്കുമ്പോഴും വാഹനദോഷം പ്രത്യേകിച്ച് ശുക്രന് അനുകൂലമായിട്ടുള്ളത് കൊണ്ട് വാഹനം സ്വന്തമാക്കുന്നതിനും ഗ്രഹങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കാര്യത്തിനും കൊടുക്കൽ വാങ്ങലിനൊക്കെ നല്ല പ്രാധാന്യം ഉണ്ടാവുന്നതാണ്. വ്യാഴപ്രസാദം ഉള്ളതുകൊണ്ട് പ്രതീക്ഷിച്ചക്കാലം കൂടുതൽ ഭാഗ്യങ്ങൾ വന്നു ചേരുകയും സന്താനാദികളുടെ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. അവരുടെ നേട്ടങ്ങൾ കൊണ്ടുണ്ടാകുന്ന സന്തോഷം കുടുംബത്തിൽ അനുകൂലമായി തീരുകയും മാതാപിതാക്കൾക്ക് സന്തോഷം വർദ്ധിക്കുന്നതിനും കാരണമായി തീരാറുണ്ട്. എങ്കിൽ പോലും സന്താനങ്ങളുടെ കൂട്ടുകെട്ട് മുഖാന്തരമുള്ള ചില വിഷമതകൾക്കും ഇവർ വിധേയരായി തീരാറുണ്ട്. അതുകൊണ്ടുള്ള മാനസിക പ്രയാസങ്ങളും കുടുംബ ദുരിതങ്ങളും ഉണ്ടാവുന്നത്. ദാമ്പത്യ സംബന്ധമായിട്ട് ചില വിഷമതകൾ ഉണ്ടാവും. ശനിദോഷമുള്ളതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയും അതിനുള്ള ദോഷപരിഹാരം കൃത്യമായി ചെയ്യുകയും ചെയ്താൽ ഇതിന്നൊക്കെ ദോഷത്തിൽ നിന്നൊക്കെ മുക്തമായി തീരുകയും അനുകൂല ഭാഗ്യം സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. എന്തായാലും കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഒരുപാട് ഗുണങ്ങൾ പൂരം നക്ഷത്രക്കാർക്ക് 2025 വന്നു ചേരാനുണ്ട്. പ്രതീക്ഷിക്കാത്ത ഭാഗ്യമാണ് വന്നു ചേരുന്നാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് വളരെ ആലോചിച്ച് പ്രവർത്തിച്ചാൽ വിഷമതയെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ട് ഒരു നല്ല ഭാവി ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് പൂരം നക്ഷത്രക്കാർ പൊതുവെ പറയാനുള്ളത്. ഇനി പ്രത്യേകമായിട്ട് ഇതൊന്നും പറഞ്ഞാലും പലർക്കും ശരിയെല്ലാം തോന്നുകയാണെങ്കിൽ അവരുടെ നക്ഷത്രം ജനനസമയം കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളെപ്പറ്റി അറിയാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പം അത്തരം സംശയമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കൂടാതെ ജാതകം ആവശ്യമുള്ള ആൾക്കാർ അവരുടെ തറവാട്ട് പേര്, അച്ഛൻ്റെയും അമ്മേൻ്റെയും പേര്, കുട്ടിയുടെ പേര്,
ജാതകം ആവശ്യമുള്ള ആൾക്കാരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം എന്നിവ അറിയിച്ചാൽ എത്രയും വേഗം ജാതകം റെഡിയാക്കിയിട്ട് ഉത്തമമാക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് ഫലപ്രകടനം നടത്തിയിട്ട് അനുകൂലമാക്കി തീർക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.